നോയമ്പ് കാലത്തിൻ്റെ എല്ലാ ആശംസകളും. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ആലോചിക്കാം, കർത്താവുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം എങ്ങനെയാണ്? കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയായിട്ടുണ്ടോ? സ്വകാര്യതയിലാണ് വ്യക്തിബന്ധങ്ങൾ ആഴപ്പെടുന്നത്. ഈശോയുമായിട്ട്, ഈശോ എൻ്റെ കൂട്ടുകാരനായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? അതേ ബഹളങ്ങളുടെയും തിരക്കിൻ്റെ ഇടയ്ക്ക് മാത്രമുള്ള ഒരാളാണോ ഈശോ? കാനായിൽ വെച്ച് മാതാവ് ഈശോയോട് അവരുടെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ആവശ്യപ്പെട്ടപ്പോൾ മാതാവിന് ഈശോയോട് തീർച്ചയായിട്ടും ആഴമേറിയ വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പക്ഷേ ശിഷ്യന്മാർ കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിബന്ധത്തിൻ്റെ കുറവായിരുന്നിരിക്കാം അത് കാണിക്കുക. ഞാൻ എത്ര ബഹളങ്ങൾ കാണിച്ചാലും എനിക്ക് ഈശോയോട് അത്ര വ്യക്തിപരമായ അടുപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഈശോ പോലും പലപ്പോഴും നമ്മൾ വചനത്തിൽ പലയിടത്ത് കാണുന്നുണ്ട്, പിതാവുമായിട്ട് ഒന്നിച്ചായിരിക്കാനായിട്ട് മലമുകളിലേക്ക് കയറിപ്പോയി, ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു, മരുഭൂമിയിലേക്ക് പോയി എന്നൊക്കെ. ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് ഇച്ചിരി നേരം ഈശോയോട് സംസാരിക്കാൻ, ഈശോ പറയുന്നത് കേൾക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്താം. എല്ലാ വിശുദ്ധരും, സന്തോഷമായിട്ട് ജീവിക്കുന്ന എല്ലാവരും എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഈശോയെ ഒരു വ്യക്തിയായിട്ട് മുഴുവൻ സമയം അവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളായിട്ട് കാണുകയും സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തിരുന്നു. നമുക്കും ആ പാത പിന്തുടരാം. ഓർക്കാം, സ്വകാര്യതയിലാണ് വ്യക്തിബന്ധങ്ങൾ ആഴപ്പെടുന്നത്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.